ബെന്നി ബെഹനാൻ ഇപ്പോൾ നോബൽ മാലിക്കാരൻ ചെയ്തു. നോബൽ, ബെന്നി ബെഹനാൻ പറയുന്നത് ഇന്നത്തെ യോഗത്തിൻ്റെ അജണ്ടയിൽ അത് വെച്ചതായിട്ട് തനിക്കറിയില്ല എന്നാണ്. തീർച്ചയായിട്ടും ബെന്നി ബെഹനാൻ്റെ പേരും ഒപ്പം തന്നെ അടൂർ പ്രകാശിൻ്റെ പേരിനോടൊപ്പം തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കാര്യത്തിലൊരു തീരുമാനമാകും എന്ന് നമ്മൾ അറിയുന്നു. കാര്യങ്ങൾ തുറന്നു പറയാൻ പരിമിതി ഉണ്ടാവും സ്വാഭാവികമായും. മുതിർന്ന നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ടല്ലേ? കാര്യമായി തുറന്നു പറയുന്നില്ല ബെന്നി ബെഹനാൻ. തീർച്ചയായിട്ടും അരുൺ, കാര്യമായ തുറന്നു പറച്ചിലുണ്ടാകുന്നില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് ബെന്നി ബെഹനാൻ MP കേരള ഹൗസിൽ എത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ രമേശ് ചെന്നിത്തലയും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് 2 പേരുകളാണ് നിലവിൽ പരിഗണനയിൽ ഉള്ളത്. ഒന്ന് അടൂർ പ്രകാശ്, മറ്റൊന്ന് ബെന്നി ബെഹനാൻ ആണ്. ഈ ബെന്നി ബെഹനാൻ MP നേരത്തെ അല്പം മുമ്പാണ് അടൂർ പ്രകാശ് MP എത്തി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങിയത്. തൊട്ടു പിന്നാലെ എന്താണെങ്കിലും ഇപ്പോൾ ബെന്നി ബെഹനാൻ കൂടി എത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയും ഏറെ നിർണായകമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ 2 പ്രധാനപ്പെട്ട നേതാക്കൾ KPCC അധ്യക്ഷ പദത്തിലേക്ക് എന്താണെങ്കിലും എത്തും എന്ന പ്രതീക്ഷ, അതിൽ ആരെങ്കിലും ഒരാൾ എത്തുമെന്ന പ്രതീക്ഷയാണുള്ളത്. സ്വാഭാവികമായും ഇതിൽ ബെന്നി ബെഹനാനുമായുള്ള കൂടിക്കാഴ്ചയും ഏറെ നിർണായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ 2 പേരിൽ ആരെങ്കിലും ഒരാൾ KPCC അധ്യക്ഷനാകുമെന്നും ഏറെക്കുറെ ഉറപ്പാണ്. എന്താണെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ പുറത്തേക്ക് വന്ന അടൂർ പ്രകാശ് വ്യക്തമാക്കിയത് സാധാരണ ഒരു കൂടിക്കാഴ്ച മാത്രമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം ഈ സമയം ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് പുതിയ KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ദില്ലിയിൽ ഇന്ന് വൈകിട്ട് നടക്കും എന്നും ഉറപ്പാണ്. ആ പശ്ചാത്തലത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ്. ആ സമയത്ത് തന്നെയുള്ള കൂടിക്കാഴ്ചയാണ് ഇന്നിപ്പോൾ അടൂർ പ്രകാശും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുമായി നടന്നത്. അതേ കൂടിക്കാഴ്ച ബെന്നി ബെഹനാനും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുമായി നടക്കാൻ പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും കേരളത്തിലെ KPCCയിൽ ഒരു പുനഃസംഘടന അത് ഉറപ്പായിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട പേരുകൾ, അത് ബെന്നി ബെഹനാനാണോ അല്ലെങ്കിൽ അടൂർ പ്രകാശാണോ എന്ന കാര്യത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് ഈ 2 പേരുകളിലാണ് ചർച്ചകൾ നടക്കുന്നത് എന്ന് ഏറെക്കുറെ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ കഴിയും. അതിൻ്റെ ആ സൂചനകൾ തന്നെയാണ് ഈ ചർച്ചകൾ എന്താണെങ്കിലും നമുക്ക് നൽകുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വരുന്ന ബെന്നി ബെഹനാൻ ഇനിയിപ്പോൾ എന്തായിരിക്കും ഇതിൽ കൂടുതൽ പറയാനുള്ളത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഉത്തരത്തിന് വേണ്ടി നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏറെക്കുറെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 2 നേതാക്കൾ ഇവിടെ കേരള ഹൗസിൽ എത്തി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സ്വാഭാവികമായും രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവാണ്. അതുമാത്രമല്ല നിലവിലത്തെ കോൺഗ്രസിന്റെ തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്നൊരു നേതാവ് കൂടിയാണ്. രമേശിൻ്റെ കൂടി പിന്തുണയില്ലാതെ ഒരാൾക്ക് KPCC അധ്യക്ഷ പദത്തിലേക്ക് എത്തുക അത്രയും എളുപ്പമാകില്ല എന്നും പ്രധാനപ്പെട്ടതാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും KPCC അധ്യക്ഷ പദത്തിലേക്കുള്ള എല്ലാ തടസ്സങ്ങളും അടൂർ പ്രകാശിനും ബെന്നി ബെഹനാനും നീക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും നേതാക്കൾ എതിരഭിപ്രായം പറഞ്ഞാൽ ദോഷകരമാകുമെന്നറിയാം. ഇപ്പോൾ K മുരളീധരൻ മാത്രമാണ്, ശശി തരൂരുമാണ്, K സുധാകരൻ മാറേണ്ടതില്ല എന്ന നിലപാട് പരസ്യമായിട്ട് പറയുന്നത്. അതല്ലാതെ ബാക്കി നേതാക്കളാരും അങ്ങനൊരു തുറന്ന അഭിപ്രായം പറയാത്ത സാഹചര്യത്തിൽ ഇവരുടെയൊക്കെ അഭിപ്രായത്തിന് വിലയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ബെന്നി ബെഹനാനും രമേശ് ചെന്നിത്തലയെ കാണാൻ പോകുന്നത്, അടൂർ പ്രകാശും രമേശ് ചെന്നിത്തലയെ കാണാൻ പോകുന്നത്. പക്ഷേ ഇന്ന് അജണ്ടയിൽ വെച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ഇക്കാര്യം അടക്കം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുമെന്നത് ഉറപ്പല്ലേ നോബൽ? അരുൺ, ഇന്നത്തെ യോഗത്തിൽ കേരളത്തിലെ പുനഃസംഘടന ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ആവശ്യമില്ല. കാരണം നിലവിലത്തെ സംഘടനാ സംവിധാനം, അതായത് നമുക്ക് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇതേപോലൊരു കൂടിക്കാഴ്ച ദില്ലിയിൽ അന്നും ഉണ്ടായിരുന്നു. അന്ന് ആ കൂടിക്കാഴ്ചയിൽ നമ്മൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി പിന്നീട് ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായി ഉമ്മൻചാണ്ടിയെ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു തീരുമാനം അന്ന് വന്നതാണ്. നമ്മൾ ഓർക്കുന്നു, രമേശ് ചെന്നിത്തലയ്ക്ക് പകരം ഒരു മുഖമായി ഉമ്മൻചാണ്ടി വീണ്ടും അവസാന ഘട്ടത്തിൽ ഉയർന്നു വന്നത് ആ വർഷം നമ്മൾ ആ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതാണ് ദില്ലിയിൽ. അതേ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. ഇത്രയും നാൾ പാർട്ടിയെ നയിച്ച K സുധാകരൻ്റെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി പുതിയൊരു നേതൃത്വത്തെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള ഒരുക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. അതിനുവേണ്ട തെരഞ്ഞെടുപ്പ് ചർച്ച നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയെ ആര് നയിക്കും എന്ന ചോദ്യം അതിൽ ഏറ്റവും പ്രസക്തമാണ്. ആ ചോദ്യമായിരിക്കും ഇന്നത്തെ മീറ്റിംഗിൽ ഉയരാൻ പോകുന്നത്. അതിനുള്ള ഉത്തരം KPCCയുടെ പുതിയ അധ്യക്ഷൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. നിലവിൽ KPCCക്ക് ഒരു പുതിയ അധ്യക്ഷനെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ആ മുഖം ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ KPCC
KPCC അധ്യക്ഷൻ നയിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രഖ്യാപനത്തിലേക്കായിരിക്കും ഒരുപക്ഷെ പോകാൻ പോകുന്നത്. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് ചർച്ച എന്ന് പറഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട നീക്കം KPCC പുനഃസംഘടന തന്നെയാണ്. നേതാക്കളുടെ പ്രതികരണങ്ങൾ എടുത്തോളുക. നമ്മൾ ഇന്നത്തെ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിലെ കോൺഗ്രസിന്റെ പുനഃസംഘാടനമാണ്. പുനഃസംഘടന ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് നോബൽ മാരിക്കാരൻ ദില്ലിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ബെന്നി ബെഹനാൻ രമേശ് ചെന്നിത്തലയെ കാണുന്നു, അടൂർ പ്രകാശ് രമേശ് ചെന്നിത്തലയെ കാണുന്നു. KPCC അധ്യക്ഷ പദത്തിലേക്ക് രണ്ടുപേരെയും പരിഗണിക്കുന്നുണ്ട് ഹൈക്കമാൻഡ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം.